ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി 2026 ജൂലൈ 25 ശനിയാഴ്ചയാണ് ദേവശൈനി ഏകാദശി വരുന്നത്. ഈ ഏകാദശി ഹരിശൈനി ഏകാദശി എന്ന പേരിലും അറിയപ്പെടുന്നു. ഏകാദശി വ്രതം ഇതുവരെയും എടുക്കാത്തവർക്കും പുതിയതായി ആരംഭിക്കുവാൻ പറ്റിയ മാസമാണ് ഈ ദേവശനി ഏകാദശി വ്രത ആരംഭം. കാരണം ചാതുർമാസം ആരംഭിക്കുന്നത് ഇപ്പോഴാണ്. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ദേവശനി ഏകാദശിയിൽ തന്നെയാണ് ചാതുർമാസ വ്രതവും ആരംഭിക്കുന്നത്. അതായത് 4 മാസത്തിൽ വിഷ്ണുവിനെ പൂജിക്കുന്ന വ്രതമാണ് ചാതുർമാസ വ്രതം. ഈ 4 മാസങ്ങളിലും നമ്മൾ 4 ആഹാരങ്ങൾ, അതായത് 4 ആഹാരങ്ങൾ പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞു തരാം. ദേവശൈനി ഏകാദശി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശയനം, അതായത് ഭഗവാന്റെ യോഗനിദ്ര എന്നാണ് അർത്ഥം. ഭഗവാൻ ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിലാണ് ക്ഷീരസാഗരത്തിൽ യോഗനിദ്ര ആരംഭിക്കുന്നത്. ഈ യോഗനിദ്ര ചാതുർമാസം നീണ്ടു നിൽക്കുന്നതാണ്. അതായത് 4 മാസം. 4ാമത്തെ മാസമായ കാർത്തിക മാസത്തിൽ ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്നു. ഈ ദിവസത്തെ ഏകാദശി ഉത്ഥാന ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. കാർത്തിക മാസം നമ്മുടെ മലയാള മാസത്തിൽ പറയുന്നത് തുലാമെന്നാണ്. ചതുർമാസം ആരംഭിക്കുന്നത് മലയാള കലണ്ടർ അനുസരിച്ച് കർക്കിടക മാസത്തിലാണ്. എന്നാൽ വൈഷ്ണവ കലണ്ടറിലാണ് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിൽ ഭഗവാൻ യോഗനിദ്ര ചെയ്യുന്നത്. അത് ചതുർമാസ വ്രത ആരംഭമാണ്. ഈ മാസം തുടങ്ങുന്ന ചതുർമാസ വ്രതം അവസാനിക്കുന്നത് ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്ന ഏകാദശിയായ തുലാമാസത്തിലെ ഏകാദശി ഉത്ഥാന ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഉത്ഥാന ഏകാദശിയോടുകൂടി ചതുർമാസ വ്രതം അവസാനിക്കുന്നു. ഇനി ചതുർമാസ വ്രതം എടുക്കേണ്ടത് എങ്ങനെയെന്ന് പറയാം. അന്നന്ന് പാചകം ചെയ്യുന്ന ഭക്ഷണം മാത്രം കഴിക്കുക. ഉപ്പ്, എരിവ്, പുളി എന്നിവ മിതമായി ഉപയോഗിക്കുക. കർക്കിടക മാസത്തിൽ ഇലക്കറികൾ ഒന്നും തന്നെ കഴിക്കരുത്. ചിങ്ങമാസത്തിൽ തൈര് അവോയ്ഡ് ചെയ്യുക. കന്നിമാസത്തിൽ പാല് കഴിക്കരുത്. തുലാമാസത്തിൽ പരിപ്പ് കഴിക്കരുത്. ഇങ്ങനെ 4 മാസങ്ങളിലായി ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നു. ഇങ്ങനെയാണ് ഈ വ്രതം എടുക്കേണ്ടത്. ഇത് ഭക്ഷണരീതി. ഇനി ഭഗവാനെ പുരുഷ സൂക്തം പറഞ്ഞ് നമുക്ക് ജപിക്കാവുന്നതാണ്. ഹരിനാമ കീർത്തനം പറയാം. ഹരേ കൃഷ്ണ മഹാമന്ത്രം ഈ 4 മാസങ്ങളിൽ നമുക്ക് ജപിക്കാവുന്നതാണ്. ദിവസവും വിഷ്ണു സഹസ്രനാമം, നാരായണീയം, അങ്ങനെ ഹരിനാമ കീർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് പറഞ്ഞ് ഭഗവാനെ പൂജിക്കാവുന്നതാണ്. സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഈ വ്രതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. പുരുഷ സൂക്ത മന്ത്രം നിത്യവും ജപിക്കുക. ഇനി നമുക്ക് ദേവശനി ഏകാദശി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. 2026 ജൂലൈ 24 വെള്ളിയാഴ്ച രാവിലെ 9:12 ആരംഭിച്ച് ഏകാദശി ദിവസമായ 25 ശനിയാഴ്ച രാവിലെ 11:34 ഏകാദശി തിഥി അവസാനിക്കുന്നു. ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് 3 ദിവസങ്ങളിലായാണ്. 24, 25, 26. 24 ദശമിയാണ്. അന്ന് ഒരിക്കലൂണ്. രാവിലെ ഗോതമ്പിലുള്ളത് എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം. വൈകുന്നേരം രാത്രി ഭക്ഷണമെന്ന് പറയുന്നത് വൈകുന്നേരം 5 മണിക്ക് തന്നെ കഴിക്കേണ്ടതാണ്. രാത്രിയിൽ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഫ്രൂട്ട്സ്, പാലും കഴിക്കാവുന്നതാണ്. ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമാണ് ഏറ്റവും നല്ലത്. അത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ഏകാദശി ദിവസം ജലം മാത്രം
ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കാം. പാലും പഴങ്ങളും കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ലഘുവായ ഏകാദശി ഭക്ഷണങ്ങൾ കഴിച്ച് നമുക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. പാല്, പാലുൽപ്പന്നങ്ങൾ, ഫ്രൂട്ട്സ്, കപ്പലണ്ടി, ചൗവരി, ചാമ, പച്ചക്കറികൾ എന്നിവയെല്ലാം തന്നെ കഴിക്കാവുന്നതാണ്. എല്ലാം മിതമായി മാത്രം കഴിക്കുക. പൂർണ്ണ ഉപവാസം എടുക്കുവാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഏകാദശി ദിവസം രാത്രി ഉറക്കം ഒഴിയുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ഏകാദശി ദിവസം ധാന്യങ്ങളൊന്നും തന്നെ കഴിക്കുവാൻ പാടില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പകലുറക്കം പാടില്ല. എണ്ണ തേച്ച് കുളിക്കുവാൻ പാടില്ല. ഉപവാസം ഇരിക്കുമ്പോൾ നാമജപത്തിനാണ് പ്രാധാന്യം. ഹരിനാമ കീർത്തനങ്ങളെല്ലാം ജപിക്കാവുന്നതാണ്. പുരുഷ സൂക്തം, ഭാഗ്യസൂക്തം, വിഷ്ണു സഹസ്രനാമം, ഭാഗവതം, ഭഗവത്ഗീത, നാരായണീയം എന്നിവയെല്ലാം പാരായണം ചെയ്യാം. ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. രോഗികൾ, വൃദ്ധർ, കൊച്ചുകുട്ടികൾ ഇവരാരും തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല. നോൺ വെജ് ഒന്നും കഴിക്കാതെ കുളിച്ച് ശുദ്ധമായി നാമം ജപിച്ച് ഇവർക്കും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പുല, വാലായ്മ, പീരീഡ്സ് ഉള്ളവരും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. എന്നാൽ വിളക്ക് കൊളുത്തി വെച്ച് വിളക്കിന് മുമ്പിലിരുന്ന് നാമജപം പാടില്ല. എന്നാൽ ഇവർക്ക് കുളിച്ച് ശുദ്ധമായി മുറിയിലിരുന്ന് നാമം ജപിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഹരിവാസര സമയം നോക്കാം. ഏകാദശി ദിവസമായ ജൂലൈ 25 പുലർച്ചെ 5 മണി മുതൽ വൈകുന്നേരം 6:13 വരെയാണ് ഹരിവാസര സമയം. ഏകാദശി വ്രതം മുഴുവനായി എടുക്കുവാൻ സാധിക്കാത്തവർക്ക് ഹരിവാസര സമയം മുഴുവനും വ്രതത്തിലിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഹരിവാസര സമയത്തുള്ള നാമജപത്തിന് ഇരട്ടി ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള സമയമാണ് ഹരിവാസര സമയം. ഇനി നമുക്ക് പാരണ ടൈം നോക്കാം. അതായത് വ്രതം അവസാനിപ്പിക്കുന്നത് ജൂലൈ 25 ഏകാദശി, 26 ഞായറാഴ്ച രാവിലെ 6:13 10:24 മധ്യയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്, പാരണ വീടേണ്ടത്. പാരണ വീടുന്ന സമയത്ത് വ്രതകഥ കേട്ടുകൊണ്ട് പാരണ വീടുന്നത് വളരെ നല്ലതാണ്. തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് പാരണ വീടാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഭഗവാന് നേദിച്ച പ്രസാദം കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ദേവശൈനി ഏകാദശിയുടെ വ്രതകഥ മനസ്സിലാക്കാം. ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ ഭഗവാനെ, ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം എന്താണ്? അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ എന്താണ് ഫലങ്ങൾ? ഇതെല്ലാം അങ്ങ് പറഞ്ഞു തന്നാലും. അപ്പോൾ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഈ ഏകാദശിയുടെ വ്രതകഥ ഒരിക്കൽ നാരദൻ ബ്രഹ്മാവിനോട് ചോദിച്ചു. ബ്രഹ്മാവ് നാരദനു പറഞ്ഞു കൊടുത്തിരുന്നു. ആ കഥയാണ് ഞാൻ അർജുന നിനക്കിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വ്രതകഥ ബ്രഹ്മവൈവർത്ത പുരാണത്തിലും പത്മപുരാണത്തിലും പരാമർശിക്കുന്നുണ്ട്. ഭഗവാൻ ഇപ്രകാരം കഥ പറഞ്ഞു കൊടുക്കുകയാണ് അർജുനന്. ഇഷാകു വംശത്തിലെ മാന്ധാത രാജാവ് രാജ്യം ഭരിക്കുന്ന കാലം. അദ്ദേഹം നീതിമാനും പ്രജാക്ഷേമ തൽപരനും സ്നേഹസമ്പന്നനും ദാനധർമാദികൾ ചെയ്യുന്ന രാജാവുമായിരുന്നു. അങ്ങനെ പ്രജകളെ വളരെയധികം സ്നേഹത്തോടും നീതിയോടും അവരോട് കരുണയോടുമാണ് ഈ രാജാവ് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം സമ്പൽ സമൃദ്ധിയും രാജ്യത്തെ പ്രജകൾക്കെല്ലാം സൗഭാഗ്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ സന്തോഷത്തോടെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം മഴയില്ലാത്ത അവസ്ഥയായി. അത് നീണ്ട് 1 വർഷം 2 വർഷം അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 3 വർഷം വരെ ആ രാജ്യത്ത് മഴയില്ലാത്ത അവസ്ഥയായി. രാജാവ് തൻ്റെ പ്രജകളും വളരെയധികം കഷ്ടപ്പെടുന്നത് കണ്ട് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പ്രജകളെയും രാജ്യത്തിനെയും എങ്ങനെ രക്ഷിക്കാം എന്നതായി രാജാവിൻ്റെ ചിന്ത.
അങ്ങനെ രാജ്യത്ത് എങ്ങനെ മഴ പെയ്യിക്കാം എന്ന് അദ്ദേഹം ആലോചിക്കുവാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സേവകന്മാരുമായി കാട്ടിലേക്ക് മഹർഷിമാരെ തേടി പുറപ്പെട്ടു. അവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാമല്ലോ. അങ്ങനെ യാത്ര തിരിച്ചു. അങ്ങനെ കാട്ടിൽ വച്ച് മാർക്കണ്ഡേയ മഹർഷിയുടെ പുത്രനായ അംഗിരസിനെ രാജാവും പരിവാരങ്ങളും കണ്ടുമുട്ടുന്നു. അംഗിരസ് മഹർഷിയോട് രാജാവ് തൻ്റെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു. അംഗിരസ് മഹർഷി ഇപ്രകാരം പറഞ്ഞു: താങ്കളുടെ രാജഭരണം വളരെ നല്ലതാണ്. എന്നാൽ അങ്ങയുടെ രാജ്യത്ത് ശൂദ്രകുലത്തിൽ ജനിച്ച ഒരാൾ തപസ് അനുഷ്ഠിക്കുന്നുണ്ട്. ഓരോ തൊഴിൽ ചെയ്യുന്നതിനനുസരിച്ചാണ് ജാതി. ഓരോ ജാതിക്കും ഓരോ തൊഴിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ബ്രാഹ്മണന് വേദപഠനവും പൂജാതി കർമ്മങ്ങളും തപസ്സും പറഞ്ഞിരിക്കുന്നു. ഈ സ്ഥാനത്താണ് ഒരു ശൂദ്രൻ തപസ് അനുഷ്ഠിക്കുന്നത്. ആയതിനാൽ അങ്ങ് ഉടൻ തന്നെ ഈ ശൂദ്രനെ വധിക്കുക. ഇത് കേട്ട രാജാവ് ഞെട്ടിപ്പോയി. ഇല്ല, ഞാനൊരിക്കലും ആ പാപം ചെയ്യില്ല. അദ്ദേഹത്തെ കൊല്ലാതെ വേറെ എന്താണ് മാർഗം മഹർഷി? ഇതിനൊരു പരിഹാരം പറഞ്ഞു തന്നാലും രാജാവ് ചോദിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു: എങ്കിൽ ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ദേവശൈനി ഏകാദശി വിധിയാവണ്ണം വ്രതം അനുഷ്ഠിച്ചാൽ എല്ലാം ശരിയാകുമെന്ന്. ഇതനുസരിച്ച് രാജാവും പ്രജകളും ദേവശൈനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അതിൻ്റെ പുണ്യഫലമായി രാജ്യത്ത് മഴ ലഭിക്കുകയും ചെയ്തു. രാജ്യത്തെ പ്രജകൾ പഴയതുപോലെ സന്തോഷത്താലും സമ്പൽ സമൃദ്ധിയോടെയും കഴിഞ്ഞു. ഇതാണ് വ്രതകഥ. അതുകൊണ്ട് ദേവശൈനി ഏകാദശി വ്രതം ഭഗവത് പ്രാർത്ഥനയോടെ അനുഷ്ഠിച്ചാൽ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ്. അതോടൊപ്പം എല്ലാ ഏകാദശി വ്രതത്തിൻ്റെയും പുണ്യമായി നമുക്ക് മോക്ഷവും ലഭിക്കും. ഈ വ്രതകഥ കേൾക്കുകയോ വായിക്കുകയോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ ചെയ്താൽ വളരെയധികം പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വ്രതകഥ ഏകാദശിക്കും ദ്വാദശിക്ക് പാരണ വീടുന്നതിന് തൊട്ട് മുൻപായി കേൾക്കുകയോ പറയുകയോ ചെയ്യുന്നതും വളരെയധികം ശ്രേഷ്ഠമാണ്. ദ്വാദശിക്ക് പാരണ വീട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ തുളസി ദേവിക്ക് ജലം സമർപ്പിക്കാവുന്നതാണ്. എല്ലാ ഏകാദശിക്കും പറയുന്നത് പോലെ ഒന്നുകൂടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദശമിക്ക് തന്നെ തുളസി ഇലകൾ തുളസി ചെടിയിൽ നിന്ന് ഇറുത്തെടുക്കുക. കാരണം തുളസി ദേവി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതാണ്. അതുകൊണ്ട് ചില പുസ്തകങ്ങളിലുണ്ട് തുളസി ചെടിക്ക് ഏകാദശിക്ക് ജലം ഒഴിച്ചുകൂടാ എന്ന്. അതായത് തുളസി ദേവി വ്രതത്തിലാണ്. നെയ്ദീപം കൊളുത്തി വയ്ക്കാം, എന്നാൽ ജലം ഒഴിക്കുവാൻ പാടില്ല ഏകാദശിക്ക് തുളസി. ചാതുർമാസ വ്രതവും ഈ 4 മാസമാണ് ചാതുർമാസ വ്രതം. നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അതും അനുഷ്ഠിക്കുക. എല്ലാവരും ചാതുർമാസ വ്രതവും ഏകാദശി വ്രതവും എടുത്ത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.